അവൻ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് സൂക്ഷിച്ചോ. ബഷീറിനോടൊന്ന് വിളിച്ചു പറഞ്ഞു. നീ എവിടെ? ബഷീറിക്ക കടാരോ തല്ലി കുളിച്ചിട്ടുണ്ട്. ആരാടാ പൊളിച്ചത്? നീ എത്രയും പെട്ടെന്ന് വാ, ഞാനിതാ വരുന്നു. ഇവന്മാര് ജീവിക്കാൻ സമ്മതിക്കില്ല. നമ്മുടെ ബഷീർക്കാടെ കടയാണ് അവര് തല്ലി പൊളിച്ചത്. ഇങ്ങനെ പോയാൽ എന്താ ചെയ്യാ? ഇതിനൊരു അവസാനം വേണം. ഇപ്രാവശ്യം രക്ഷപ്പെടാൻ പാടില്ല. അവൻ രക്ഷപ്പെടില്ല. എന്ത് വില കൊടുത്തും അവനെ പിടികൂടണം. എന്റെ കടയവൻ തല്ലി പൊളിച്ചു. എല്ലാം തീർന്നു. നാളെ ഹർത്താല്. കട പൊളിച്ചിട്ടുണ്ട് എന്നാണ് പറയണത്. അത് നന്നായി. ഹർത്താൽ വിളിച്ച് പറഞ്ഞോളാം. നാളെ ഹർത്താൽ. ബഷീർക്കയുടെ കട തല്ലിപ്പൊളിച്ചതിൽ പ്രതിഷേധിച്ച് നാളെ ഹർത്താൽ. അവൻ നാടാകെ നശിപ്പിക്കാൻ ഒരുങ്ങി ഇറങ്ങിക്കേ. കപ്പലണ്ടി തിന്നാൻ മാത്രം പോരാ. എന്താ ചെയ്യേണ്ടെന്ന് പറ. എനിക്കൊന്നും വരാൻ പറ്റില്ല. നാട്ടിലാകെ പ്രശ്നം. ഇവിടെ ഗുണ്ടകൾ വിളയാട്ടം. ഇങ്ങനെ വിട്ടാ പോരാ. നിങ്ങളൊരു വഴി പറ. കടകളെല്ലാം തല്ലി പൊളിക്കുകയാണ് അവനെ തിരിച്ചു വിളിക്കണം. എന്നാലേ ഇവിടുത്തെ ഗുണ്ടായിസം അവസാനിക്കും. ഞാനും അത് തന്നെ ആഗ്രഹിക്കുന്നു. ഇപ്പോഴാണ് കളിക്കാൻ പറ്റിയ സമയം. എരിയുന്ന തീയിൽ എണ്ണയൊഴിക്കുക. ഞാനൊന്നും മാറി നിന്നപ്പോൾ എല്ലാവരും ഗുണ്ടകളായി മാറി. ഇനി ഞാനത് വിട്ടുകൊടുക്കില്ല. ഇനി ഞാൻ ഭരിക്കും. നിങ്ങൾ ഇടപെടണ്ട. ഇത് ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കൊള്ളാം. എല്ലാ കടകളിലും ഞാൻ പൊളിക്കും.